പശ്ചിമേഷ്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും അപകടകരവുമായ ഒരു ഘട്ടത്തിലൂടെയാണ് ലോകം ഇപ്പോൾ കടന്നുപോകുന്നത്. ശനിയാഴ്ച പുലർച്ചെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണം കേവലം ഒരു സൈനിക നീക്കമല്ല, മറിച്ച് ദശാബ്ദങ്ങളായി നിലനിൽക്കുന്ന നിഴൽ യുദ്ധം പരസ്യമായ മഹായുദ്ധത്തിലേക്ക് വഴിമാറുന്നതിന്റെ കൃത്യമായ സൂചനയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ ആക്രമണം ആസൂത്രണം ചെയ്തതെന്ന വാർത്തകൾ പുറത്തു വന്നതോടെ ആഗോള നയതന്ത്ര രംഗം വലിയ ഞെട്ടലിലാണുള്ളത്. ഇസ്രായേലിന്റെ ആക്രമണം ഇത്തവണ ഇറാന്റെ അതിർത്തിയിലോ സൈനിക താവളങ്ങളിലോ മാത്രം ഒതുങ്ങി നിന്നില്ല. ടെഹ്റാനിലെ ഏറ്റവും സുരക്ഷിതമായ മേഖലകൾ തകർക്കുക എന്നതായിരുന്നു ഇസ്രായേൽ ലക്ഷ്യമിട്ടത്. അയത്തുള്ള അലി ഖമേനിയുടെ ഔദ്യോഗിക വസതിക്കും ഓഫീസിനും സമീപം സ്ഫോടനങ്ങൾ നടന്നത് ഇറാന്റെ സുരക്ഷാ കവചങ്ങൾക്കുള്ളിലെ പഴുതുകളെയാണ് തുറന്നു കാട്ടുന്നത്. ആക്രമണത്തിന് തൊട്ടു മുമ്പ് ഇറാന്റെ ഇന്റലിജൻസ് വിഭാഗത്തിന് ലഭിച്ച മുന്നറിയിപ്പിനെ തുടർന്ന് ഖമേനി ഒരു ഭൂഗർഭ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയതിനാലാണ് വലിയൊരു ഭരണഘടനാ പ്രതിസന്ധി ഒഴിവായത്. എന്നിരുന്നാലും ഒരു രാജ്യത്തിന്റെ പരമോന്നത നേതാവിനെ ലക്ഷ്യം വയ്ക്കുക എന്നത് അന്താരാഷ്ട്ര നയങ്ങളുടെ നഗ്നമായ ലംഘനമായും യുദ്ധപ്രഖ്യാപനമായും മാത്രമേ കാണാൻ സാധിക്കൂ. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാട്സ് സ്ഥിരീകരിച്ചതുപോലെ കൃത്യമായ ലക്ഷ്യങ്ങൾ നിശ്ചയിച്ചുള്ള ആക്രമണമായിരുന്നു ഇത്. ഇറാന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് ഇസ്രായേൽ മിസൈലുകൾ ടെഹ്റാനിൽ എത്തിയത്. അമേരിക്കയുടെ അത്യാധുനിക സാങ്കേതിക സഹായവും സാറ്റലൈറ്റ് വിവരങ്ങളും ഈ നീക്കത്തിന് പിന്നിൽ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമാണ്. ടെഹ്റാനിലെ പ്രധാന വിമാനത്താവളങ്ങൾ, മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററുകൾ എന്നിവ ആക്രമിക്കപ്പെട്ടതോടെ ഇറാന്റെ പ്രത്യാക്രമണ ശേഷിക്ക് താൽക്കാലികമായെങ്കിലും ആഘാതമേറ്റിട്ടുണ്ട്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഉയർന്ന പുകയും സ്ഫോടന ശബ്ദങ്ങളും ഭീതിജനകമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് നേരിട്ട് പങ്കില്ലെന്ന് വാഷിംഗ്ടൺ അവകാശപ്പെടുമ്പോഴും ഇറാന്റെ തിരിച്ചടി പ്രതിരോധിക്കാൻ US സൈന്യം സജ്ജമായി കഴിഞ്ഞു. ഗൾഫ് മേഖലയിലുള്ള അമേരിക്കൻ സൈനിക താവളം ഇപ്പോൾ ഇറാന്റെ പ്രധാന ലക്ഷ്യങ്ങളാണ്. ബഹ്റൈനിലെ 5 കപ്പൽ വ്യൂഹം സമുദ്ര സുരക്ഷ നിയന്ത്രിക്കുന്ന പ്രധാന കേന്ദ്രം. കുവൈറ്റിലെയും UAEയിലെയും കേന്ദ്രങ്ങൾ ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകളുടെ പരിധിയിലാണ്. ഈ കേന്ദ്രങ്ങളെല്ലാം ഇറാൻ തിരിച്ചടിക്കുമ്പോൾ ഈ രാജ്യങ്ങളിൽ അമേരിക്കൻ സാന്നിധ്യത്തിന് നേരെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇത് ഗൾഫ് രാജ്യങ്ങളെയും യുദ്ധത്തിന്റെ ഭാഗമാകാൻ നിർബന്ധിതരാകും. പശ്ചിമേഷ്യയിലെ യുദ്ധം ലോകത്തിന്റെ അടുക്കളയെയും പോക്കറ്റിനെയും നേരിട്ട് ബാധിക്കും. ഇതിന്റെ പ്രധാന കാരണങ്ങൾ ഇവയാണ്. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ വിതരണ പാതയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണം ഇറാനാണ്. യുദ്ധം മുറുകുകയാണെങ്കിൽ ഇറാൻ ഈ കടലിടുക്ക് അടച്ചിട്ടേക്കാം. അങ്ങനെ സംഭവിച്ചാൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരും. ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ പെട്രോൾ, ഡീസൽ വില വർദ്ധിക്കുകയും അത് പണപ്പെരുപ്പത്തിന് കാരണമാവുകയും ചെയ്യും. യുദ്ധഭീതിയെ തുടർന്ന് ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികൾ ഇടിഞ്ഞേക്കാം. സ്വർണ്ണവില റെക്കോർഡുകൾ ഭേദിച്ച് ഉയരാൻ സാധ്യതയുണ്ട്. സുരക്ഷിതമായ നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ സ്വർണ്ണത്തിലേക്ക് തിരിയുന്നതാണ് ഇതിന് കാരണം. ടെഹ്റാനിലെ വിമാനത്താവളങ്ങൾ അടച്ചതോടെ വിദേശികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് യാത്രക്കാരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത്. സാധാരണ ജനങ്ങൾ ജീവഭയത്താൽ നഗരം വിടാൻ ശ്രമിക്കുകയാണ്. ഇസ്രയേലിലാകട്ടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതോടെ ജനങ്ങൾ ബങ്കറുകളിലേക്ക് മാറിക്കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭയും മറ്റ് അന്താരാഷ്ട്ര സംഘടനകളും ഇരുപക്ഷത്തോടും സംയമനം പാലിക്കാൻ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും കണ്ണിന് കണ്ണ് പല്ലിന് പല്ലെന്ന നിലപാടിലാണ് ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ്. തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളെ തൊട്ട ഇസ്രയേലിനെ പാഠം പഠിപ്പിക്കുമെന്നാണ് അവരുടെ പ്രഖ്യാപനം. ഈ സംഘർഷം കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടമായി അവശേഷിക്കില്ല എന്നതാണ് ഏറ്റവും വലിയ ഭീതി. ഇറാന്റെ അടുത്ത സുഹൃത്തായ റഷ്യ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കുമെന്നത് നിർണായകമാണ്. ചൈന പശ്ചിമേഷ്യയിൽ വലിയ നിക്ഷേപങ്ങൾ നടത്തിയിട്ടുള്ള രാജ്യമാണ്. ഇറാന്റെ പിന്തുണയുള്ള ലെബനിലും ഹിസ്ബുള്ളയും യമനിലെ ഹൂതികളും ഇസ്രയേലിനെതിരെ ഒരേ സമയം പുതിയ യുദ്ധമുഖങ്ങൾ തുറന്നാൽ അത് പ്രവചനാതീതമായ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ആധുനിക യുദ്ധങ്ങൾ ഭൂമിയിൽ മാത്രമല്ല, സൈബർ ലോകത്തും നടക്കുന്നുണ്ട്. ഇറാന്റെ പവർ ഗ്രിഡുകൾക്കോ ബാങ്കിംഗ് സംവിധാനങ്ങൾക്കോ നേരെ ഇസ്രായേൽ സൈബർ ആക്രമണം നടത്തിയാൽ അത് ജനജീവിതത്തെ പൂർണ്ണമായും നിർത്തും. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ്. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. യുദ്ധം പടർന്നാൽ ഇവരുടെ സുരക്ഷയും തിരികെ എത്തിക്കുന്നതും വലിയ വെല്ലുവിളിയാകും. കൂടാതെ ചബഹർ തുറമുഖം പോലുള്ള ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ നിക്ഷേപങ്ങൾ ഇറാനിലുണ്ട്. ടെഹ്റാനിൽ വീണ മിസൈലുകൾ പശ്ചിമേഷ്യയിലെ സമാധാനത്തിന്റെ അവസാന പ്രതീക്ഷകളെയും തകർത്തിരിക്കുകയാണ്. ഇസ്രയേലിന്റെ ഈ സാഹസിക നീക്കം ഇറാന്റെ ഭാഗത്തു നിന്നും എത്രത്തോളം കടുപ്പമേറിയ തിരിച്ചടിക്ക് കാരണമാകും എന്നതിനെ ആശ്രയിച്ചിരിക്കും ലോകത്തിന്റെ ഭാവി. യുദ്ധം ആർക്കും ഗുണം ചെയ്യില്ല എന്ന ചരിത്രപാഠം മറന്നുകൊണ്ട് ആയുധങ്ങൾ സംസാരിക്കുമ്പോൾ നിഷ്കളങ്കരായ ജനങ്ങളാണ് അതിന്റെ വില നൽകേണ്ടി വരുന്നത്. വരും മണിക്കൂറുകളിൽ ഇറാൻ നടത്തുന്ന നീക്കങ്ങൾ ആഗോള രാഷ്ട്രീയത്തെ പുനർനിർവചിക്കും. നയതന്ത്ര ചർച്ചകൾക്ക് ഇനി ഒരു വാതിൽ തുറക്കപ്പെടുമോ, അതോ ലോകം മറ്റൊരു വലിയ ദുരന്തത്തിലേക്ക് നീങ്ങുമോ എന്നത് കാത്തിരുന്ന് കാണണം.